വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് അടക്കം തൽപര കക്ഷികൾ സമർപ്പിച്ച റിട്ട് ഹർജികൾ അതിൻ്റെ പ്രാരംഭവാദം പൂർത്തിയായി സുപ്രീം കോടതി ഉത്തരവെഴുതാനായിട്ട് മാറ്റിവെച്ചു. സുപ്രീം കോടതി വേനൽ അവധിക്ക് അടക്കാൻ പോവുകയാണ്. അവധിക്കാലത്ത് ഉത്തരവുണ്ടാകുമോ അതോ അവധി കഴിഞ്ഞിട്ട് ഉത്തരവുണ്ടാവുകയുള്ളൂ എന്നറിയില്ല. ഏതായാലും മാറ്റി എന്നുള്ളത് സത്യമാണ്. കപിൽ സിബൽ അതുപോലെ രാജീവ് ധവാൻ അടക്കമുള്ള ആളുകൾ ഹർജിക്കാർക്ക് വേണ്ടിയിട്ടും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടും ആഞ്ഞടിച്ച് വാദിച്ചിട്ടുണ്ട്. വക്കീലിൻ്റെ വാദം മോശമായതുകൊണ്ട് വിധി എതിരായി എന്ന് ആർക്കും പറയാൻ അവസരം കിട്ടുകയില്ല. അത്ര ഗംഭീരമായിരുന്നു വാദം. നമുക്കറിയാം ഇത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഭേദഗതി ഉണ്ടായത്. ലോക്സഭ എത്ര സമയം ചർച്ച ചെയ്തിട്ടാണ് ഇത് പാസ്സാക്കിയത്. രാജ്യസഭയിൽ ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് ഉണ്ടായത്. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ട് സഭകളും ഇത് പാസ്സാക്കിയത്. അതിനു മുമ്പ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി എന്ന് പറഞ്ഞ വലിയൊരു അഭ്യാസം വേറെ നടന്നു. അതിലെന്തൊക്കെ എതിരഭിപ്രായങ്ങളുണ്ടായി, അതിൻ്റെ റിപ്പോർട്ട് എങ്ങനെ വന്നു, ഇതൊക്കെ പൊതുജന മാധ്യമത്തിലുള്ളതാണ്. ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഈ ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കൊല്ലത്തും മലപ്പുറത്തും SDPI നടത്തിയ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. പാസ്സാകുന്ന ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പോഷക സംഘടനകളും നടത്തിയ കലാപരിപാടികൾ കണ്ടതാണ്. പാസ്സായതിനു ശേഷം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന വലിയ അതിഗംഭീരമായ മനുഷ്യ മഹാസാഗരം എന്ന് പറയാവുന്ന രീതിയിലുള്ള പ്രതിഷേധ യോഗവും നമ്മൾ കണ്ടതാണ്. ഇതിലേറ്റവും രസകരമായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കോഴിക്കോട് വിമാനത്താവളത്തിന് നേരെ നടത്തിയ പ്രകടനമായിരുന്നു. ആ പ്രകടനത്തിൽ ഇവരുടെ നേതാക്കന്മാരുടെ മാത്രമല്ല, ഈ കാലം ചെയ്തു പോയ ചില തീവ്ര സംഘടനക്കാരുടെ നേതാക്കന്മാരുടെയും കൂടി ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇവർ പ്രകടനം നടത്തിയത്. അതായത് യഹിയ സിൻവർ, അതുപോലെ ഇസ്മായിൽ ഹാനിയ, സയ്യിദ് കുത്തുബ്, ഹസനുൽ ബന്ന, പിന്നെ അവരുടെ പരമോന്നത നേതാവായിരുന്ന അബുലാല മൗദൂദി, ഇവരുടെയൊക്കെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് വമ്പിച്ച പ്രകടനം നടത്തി. പ്രകടനത്തിൽ ആൾ കുറവായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നടത്തിയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ശുഷ്കമായ പ്രകടനമായിരുന്നെങ്കിൽ പോലും പ്രതീകാത്മകമായിട്ട് ഇതുപോലുള്ള ആ ധീര വിപ്ലവകാരികളുടെ പടം ഉയർത്തിപ്പിടിച്ച് നടത്തിയ സമരമായതുകൊണ്ട് അതിന് അഖിലേന്ത്യാ തലത്തിൽ മാത്രമല്ല അഖില ലോക തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിക്കുക. അതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു വലിയ ഗുണം. ഇവർ നടത്തുന്ന പ്രകടനം അല്ലെങ്കിൽ പൊതുസമ്മേളനം അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികളൊന്നും അതിൻ്റെ ജനപങ്കാളിത്തം കൊണ്ടല്ല, അതിൻ്റെ ആശയപരമായ മേന്മ കൊണ്ട് ആയിരിക്കും ഇത് വ്യത്യസ്തമായി തീരുക. ആരും ഏറ്റെടുക്കാത്ത വിഷയങ്ങളൊക്കെ ഇവർ ഏറ്റെടുത്ത് കളയും. അതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു സവിശേഷത. ഇപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സുപ്രീം കോടതി വാദം കേട്ട് വിധി എഴുതാൻ മാറ്റിവെച്ചേക്കാം. എന്തായിരിക്കും ഇടക്കാല ഉത്തരവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇടക്കാല ഉത്തരവ് എന്തായാലും അന്തിമ വിധി എന്തായിരിക്കും എന്നറിയാൻ ഇനിയും 5-6 കൊല്ലം കാത്തിരിക്കേണ്ടതായിട്ട് വരും. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം സുപ്രീം കോടതി സ്റ്റേ ചെയ്യുമോ, സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊക്കെ ആകാംക്ഷയുണ്ട്. കാത്തിരിക്കാൻ മാറുമോ. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ അതിന് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ കഴിഞ്ഞ ദിവസം ഈ EK വിഭാഗം സുന്നികളുടെ സുപ്രഭാതം പത്രത്തിലും പിന്നീട് അവരുടെ തന്നെ ഓൺലൈൻ ചാനലിലുമാണ് ഞാൻ ഈ വാർത്ത കാണാനിടയത്. പിന്നെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ സമീപകാലത്ത് പ്രവർത്തനം ആരംഭിച്ച ന്യൂസ് മലയാളം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, TV ചാനൽ. അതിലും ഇത് സംബന്ധിച്ച് ചില വാർത്തകൾ കണ്ടു. CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സഖാവ് KV അബ്ദുൽ ഖാദറിൻ്റെ ഒരു ബൈറ്റും കാണാനിടയായി. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അറിയാനിടയത്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിച്ചത്. സംഭവം എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരിനടുത്ത് SN പുരം പഞ്ചായത്തിൽപ്പെട്ട വെളുത്ത കടവ് എന്ന സ്ഥലത്ത് പുരാതന പ്രസിദ്ധമായ ഒരു മുസ്ലിം പള്ളിയും അതിൻ്റെ മദ്രസയും ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഏറ്റെടുത്തിട്ട് കുറച്ചാളായി. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോളാം, പിന്നെ മലയാളത്തിൽ കുത്തുബ നടത്തിക്കൊള്ളാം, വെള്ളിയാഴ്ച ജമാ നമസ്കാരത്തിന് ശേഷമുള്ള പ്രസംഗമാണ് കുത്തുബ. ഈ കുത്തുബ മലയാളത്തിൽ നടത്താം, അതിൻ്റെ ഒരു ഉസ്താദിനെ ഞങ്ങൾ വിട്ടുതരാം എന്നൊക്കെയുള്ള വ്യവസ്ഥകളുമായിട്ട് ഇവർ പള്ളി കമ്മിറ്റിയുമായിട്ട് ഒരു ധാരണയിലെത്തുകയും അതിനുവേണ്ടി ഒരു ട്രസ്റ്റ്, നേരത്തെ ഉള്ള ട്രസ്റ്റാണ്, ഇതിൻ്റെ പ്രവർത്തനം അതിലേക്ക് വ്യാപിപ്പിച്ചു. അങ്ങനെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ്. നാട്ടുകാർ മുഴുവനും ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല, അതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ കുറച്ച് പേരുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്ത സാധാരണ സുന്നികൾ ബഹുഭൂരിപക്ഷമുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ
ഈ പള്ളിയുടെ ഒരു സ്ഥലം നാഷണൽ ഹൈവേ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്ത് പോയി. ഭൂമി അക്വയർ ചെയ്യുമ്പോൾ നല്ല തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടും. ഇവിടെയും കിട്ടി. ചെറിയ സംഖ്യ ഒന്നുമില്ല. 2,76,44,000 രൂപ, അതായത് 2.25 കോടിയിലധികം രൂപ ഈ പള്ളി കമ്മിറ്റിക്ക് പള്ളിയുടെ വസ്തുവകകൾ സർക്കാർ അക്വയർ ചെയ്തതിന് നഷ്ടപരിഹാരമായിട്ട് ലഭിച്ചു. ഈ നഷ്ടപരിഹാരമായ സംഖ്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ജമാഅത്ത് ഇസ്ലാമിക്കാർ ഈ പള്ളിയുടെ പേരിനോട് സാദൃശ്യമുള്ള വേറൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രമാണത്തിൽ ഒപ്പിടിച്ച് ചെക്ക് ഒപ്പിടിച്ച് ഇത് ട്രസ്റ്റിലേക്ക് മാറ്റി. ചുരുക്കി പറഞ്ഞാൽ പള്ളിക്ക് നഷ്ടപരിഹാരമായി കിട്ടിയ 2.25 കോടി രൂപ ജമാഅത്ത് ഇസ്ലാമിക്കാർ തൊണ്ട തൊടാതെ മുണുങ്ങി, തൊണ്ട തൊടാതെ വിഴുങ്ങി. ഇതാണ് ചെയ്തത്. അത് നാട്ടുകാരെ അറിഞ്ഞു പിടിച്ച് ലേളയായിട്ട് വന്നു, സമരം തുടങ്ങി. മലയാള മനോരമയായിട്ട് മാതൃഭൂമിയായിട്ട് ഇത് സംബന്ധിച്ച വാർത്തകളൊന്നും കൊടുക്കുകയില്ല. കാരണം സാമുദായിക സൗഹാർദ്ദം ഇല്ലാണ്ട് അവിടെ അവർ സമ്മതിക്കില്ല. നാട്ടുകാരെ സമരം ചെയ്യാം. അത് സുന്നി സംഘടനകളെ ഏറ്റുപിടിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയും ധാർമ്മികമായൊരു പിന്തുണ കൊടുത്തു. ഇപ്പോൾ സഖാവ് അബ്ദുൽ ഖാദർ ഈ അടുത്ത കാലത്താണ് ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം നേരത്തെ ഗുരുവായൂർ MLA ആയിരുന്ന ആളാണ്. 3 ടൈമിൽ ഗുരുവായൂർ MLA ആയിരുന്നു. പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പുള്ള ആളാണ്. മാത്രമല്ല വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ വരും ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെയുള്ള സഖാവ് അബ്ദുൽ ഖാദറിന് ഇതിനകത്തുള്ള ഉടായ്പ് പെട്ടെന്ന് മനസ്സിലായി. അദ്ദേഹം ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ജമാഅത്ത് ഇസ്ലാമിക്കാർ ചെയ്യുന്ന മര്യാദകേടാണ്. വഖഫ് സ്വത്തുകൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ അടിച്ചു മാറ്റിയാലും മര്യാദകേടാണ് എന്ന് പുള്ളി തുറന്ന് പറഞ്ഞു. അപ്പോൾ അത് ടെലിവിഷൻ ചാനലൊക്കെ പറഞ്ഞു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവർ എന്ത് ചെയ്താലും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വിട്ടുകയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡൻറ്റും വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാരുമൊക്കെയാണ് ഇത് അടിച്ചു മാറ്റുന്നതിൽ നായക സ്ഥാനത്ത് നിന്നത്. ഈ വെളുത്തക്കടവ് ദാറുൽ സലാം പള്ളിയുടെ വസ്തുവകൾ അടിച്ചു മാറ്റുന്നതിന് നേതൃത്വം കൊടുത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള യോഗ്യന്മാരാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുണ്യപ്രവൃത്തികളാണ്. അവർ എന്ത് ചെയ്താലും അപ്പം തന്നെ ഹലാലായിട്ട് മാറും. ബാക്കിയുള്ളവർ ചെയ്താൽ ഹറാമാണ്. ഇവർ തന്നെയാണ് ഈ മുനമ്പം പ്രശ്നമൊക്കെ, മുനമ്പത്തെ ഫറൂഖ് കോളേജിൻ്റെ വസ്തു വേറെ ആൾക്കാർ കയ്യേറി എന്നൊക്കെ പറഞ്ഞ് 2-3 കൊല്ലം മുമ്പ് വാർത്ത കൊടുത്തു. ഈ വഖഫ് ബോർഡിനെ ഇടപെടിച്ച് ഇതിൻ്റെ അകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയത് അവർ തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിരവധി അടുപ്പൂട്ടി ചർച്ചകൾ നടത്തിയത്. വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിലൂടെ ഈ നാട്ടിന് ഭയങ്കരമായ പ്രശ്നമുണ്ടാകും, മുസ്ലിം ന്യൂനപക്ഷത്തിന് ജീവിക്കാൻ നിവൃത്തിയില്ലാതാകും എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരണം നടത്തിയത് ഇവരാണ്. അവരാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ഈ 2,76,44,000 രൂപ തൊണ്ട തൊടാതെ അടിച്ചു മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് അവരിപ്പോഴും സിദ്ധാന്തം പറയുകയാണ്. ഇതിനെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറയും ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനെക്കുറിച്ച് ഒന്നും ഞങ്ങൾ പറയാൻ തയ്യാറില്ല. പരാതിക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ പരാതി കൊടുത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുപ്പിച്ച് പോലീസിനെ കൊണ്ട് ഞങ്ങളുടെ പുറകെ നടക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അബ്ദുൽ ഖാദറിന് അപ്പുറത്തേക്ക് ഇത് പോയിട്ടില്ല. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ നടത്തുന്ന സാലിഹായിട്ടുള്ള പലവിധ ഉടായ്പ് വിദ്യകളിൽ ഒരു ഉടായ്പാണിത്. ഇനിയും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മെഴുകാൻ തയ്യാറാണ് എന്നുള്ളതാണ് പാർട്ടിയുടെയും സംഘടനയുടെ നിലപാട്. ആര് വെൽഫെയർ പാർട്ടിയുടെ ഫെയർവെൽ പാർട്ടി എന്നും കൂടി ഒരു പേരുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാരാണെങ്കിൽ ഇതുപോലുള്ള ലോക കണ്ടകന്മാരാണ്. മറ്റാരെങ്കിലും വഖഫ് ഭൂമിയിൽ നിന്ന് ഒരു ശീമക്കൗന്നര പത്തലൊടിച്ചാൽ അപ്പോഴത്തേക്കും അയ്യോ സമുദായത്തിൻ്റെ കാര്യം പോക്കിടിയായി എന്ന് പറഞ്ഞാൽ ഇളക്കി വരും. അല്ലെങ്കിൽ ഇവർ വിറ്റ വസ്തു പിൽക്കാലത്ത് ഉടമസ്ഥന്മാരെ വിളിക്കുമ്പോൾ അയ്യോ ഒരിക്കൽ വഖഫായത് എന്നൊക്കെ വഖഫാണ്, അള്ളാൻ്റെ മുതലാണ്, അത് വിറ്റ ആധാരത്തിന് വിലയില്ല എന്ന് പറയും. അവരാകുമ്പോൾ ഏറ്റെടുത്ത വസ്തുവിൻ്റെ വില അവർ തന്നെ അടിച്ചു മാറ്റും. അതിന് വേറെ ട്രസ്റ്റ് ഉണ്ടാക്കും, അതിനുവേണ്ടി കള്ളപ്രമാണം ഉണ്ടാക്കും, അതിനുവേണ്ടി പ്രസിഡൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പിടിച്ച് സംഖ്യ അപഹരിക്കും. ചോദിച്ചാൽ ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും പറയില്ല, ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാം മാവിലാഹിക്കാരാണ് എന്ന നിലപാട് സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ യഹ്യ സിൻവാർ, ഇസ്മായിൽ ഹനിയ, സയ്യിദ് കുത്തുബ്, ഹാസനുൽ ബന്ന ഇവരുടെയൊക്കെ ചിത്രങ്ങൾ ഉയർത്തി പിടിച്ച് പ്രകടനവും നടത്തും. ഇതാണ് സാക്ഷാൽ മൗദൂദി സംഘടന. ഇത് ചോദ്യം ചെയ്യുന്നവരൊക്കെ ഇസ്ലാം വിരുദ്ധരാണ്, മുസ്ലിം വിരുദ്ധരാണ്, അല്ലെങ്കിൽ സുന്നി ഭീകരരാണ്, അതും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് മൗലികവാദികളാണ് എന്ന് ചാപ്പയടിക്കുക ചെയ്തു. ഏതായാലും വെളുത്ത കടവിനെക്കുറിച്ച് ഇതുവരെയും നമ്മുടെ മൗദൂദി ചാനലിൽ ആരും അടുപ്പൂട്ടി ചർച്ച നടത്തിയിട്ടില്ല. 8 മണിക്ക് വാർത്തയും അവതരിപ്പിച്ചിട്ടില്ല. അതുമാത്രമാണ് ഇതിനകത്ത് ആകെ ഒരു സാമാനമാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് അത് പ്രതീക്ഷിക്കേണ്ടി വരും. ദാവൂ സാഹിബ് പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളുത്ത കടവിലെ മാർക്സിസ്റ്റ് ഭീകരത എന്ന വിഷയത്തെക്കുറിച്ചിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ
വൈകുന്നേരം അടുപ്പൂട്ടി ചർച്ച പ്രതീക്ഷിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.